നമുക്കിനി ഡോക്ടറിനെ കാണാൻ പോവാം. ഏത് തരം ഡോക്ടറാണുള്ളത് ഞാൻ വഴിയേ പറഞ്ഞു തരാം. നമ്മളീ പോകുമ്പോൾ ശക്തൻ സ്റ്റാൻഡിൽ നിന്ന് പോകേണ്ടത് നേരെ വടക്കേ സ്റ്റാൻഡിലോട്ടാണ്. ഇപ്പോഴത്തെ പുതിയ വടക്കേ സ്റ്റാൻഡില്ലേ, അതിനോട് ചേർന്ന് ലെഫ്റ്റ് സൈഡിലേക്ക് താഴേക്കൊരു വഴിയുണ്ട്. PG സെൻ്ററിൻ്റെയും അതുപോലെ തന്നെ നമ്മുടെ ഡിസ്ട്രിക്ട് ആയുർവേദിക് ഹോസ്പിറ്റലുണ്ട്. കേരള ചികിത്സയ്ക്കുള്ള വലിയ ഹോസ്പിറ്റലാണ്. ആ ഹോസ്പിറ്റലിൻ്റെ വഴിക്കാണ് പോകുന്നത്. ആ ഹോസ്പിറ്റലിനോട് ചേർന്ന് റൈറ്റ് സൈഡിലേക്കൊരു വഴിയുണ്ട്. ആ വഴി ചെന്നിട്ട് ഫസ്റ്റ് റൈറ്റ്, അത് കോപ്പറേറ്റീവ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിൻ്റെ വഴിയാണ്. കോളേജിനോട് ചേർന്നുള്ള ഐലിഷ് ആയുർവേദിക് ആൻഡ് കോസ്മെറ്റോളജി സെൻ്ററിലേക്കാണ് ഞാനീ പോകുന്നത്. പേഴ്സണലി എനിക്ക് ഇവിടുത്തെ ഡോക്ടറിനെ കാണിച്ചതിന് ശേഷം നല്ല രീതിയിൽ മാറ്റമുണ്ട്. അത് കാരണമാണ് ഞാൻ ആ ഒരു എക്സ്പീരിയൻസ് നിങ്ങളിലേക്ക് ഷെയർ ചെയ്യാമെന്നും കൂടെ വിചാരിക്കുന്നത്. ഫസ്റ്റ് ഞങ്ങൾ ഇൻസ്റ്റാഗ്രാമിലാണ് ഈ ആഡ് കണ്ടിട്ട് ദിവ്യ ഡോക്ടറിനെ കൺസൾട്ട് ചെയ്യുന്നത്. അത് എനിക്ക് വേണ്ടിയിട്ടല്ല, അരുണിന് വേണ്ടിയിട്ടാണ്. നല്ലപോലെ താരനും ഉണ്ടായിരുന്നു, മുടി കൊഴിച്ചിലും ഉണ്ടായിരുന്നു. അങ്ങനെ ആളുടെ 3 സിറ്റിങ്ങോടുകൂടി നല്ല രീതിയിൽ മാറ്റം വന്നിട്ടുണ്ട്. ഇപ്പോഴും കണ്ടിന്യൂസ് ആയിട്ട് ആ വെളിച്ചെണ്ണയും ഷാമ്പൂ ഒക്കെ ഉപയോഗിക്കുന്നുണ്ട്. അതിൻ്റെ പിന്നാലെ ഞാനും കാണിച്ചു എൻ്റെ തലയിലെ താരം കാരണം നല്ല രീതിയിൽ മാറ്റം ഉണ്ട് കേട്ടോ. ഈ പ്രശ്നങ്ങൾ കൊണ്ട് നിങ്ങളും ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ടെങ്കിൽ ഒരു എൻക്വയറി എടുത്തോളൂ.